നമ്മുടെ സ്വന്തം ലാലേട്ടന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ നാഷണൽ അവാർഡും കിട്ടിയ ഒരു വർഷം ഉണ്ടായിരുന്നു. ആ വർഷമാണ് 1991. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് അവാർഡ് ഏതൊക്കെ സിനിമകൾക്കാണോ കിട്ടിയത് ആ സിനിമകൾക്കേ അല്ല നാഷണൽ അവാർഡ് കിട്ടിയത്. അതിനെക്കുറിച്ച് പറയാം. ശരിക്കും നമ്മുടെ ലാലേട്ടന് അവാർഡുകൾ കിട്ടി തുടങ്ങിയ ഒരു വർഷം എന്ന് പറയുന്നത് 86ആണ്. അതായത് സ്റ്റേറ്റ് അവാർഡ്. അതിന് മുമ്പ് കൊച്ചു കൊച്ചു അവാർഡുകൾ വേറെ ഉണ്ടാവും. 86 എന്ന ആ ഒരു വർഷമാണ് ലാലേട്ടന് ടി.പി. ബാലഗോപാലൻ എം.എ എന്ന സിനിമയ്ക്കാണ് പ്രധാനമായിട്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ താളവട്ടവും സന്മാൻ റസൂലുള്ളവർക്ക് സമാധാനം അങ്ങനെ കുറേ സിനിമകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് തോന്നുന്നു. പക്ഷേ പ്രധാനമായിട്ടും അവാർഡ് കിട്ടിയത് ടി.പി. ബാലഗോപാലൻ എം.എ എന്ന സിനിമയ്ക്കായിരുന്നു. ഇത് കഴിഞ്ഞ് 88 എന്നൊരു വർഷവും സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ്, ചിത്രം, ആര്യൻ അങ്ങനെ കുറച്ച് സിനിമകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 89 എന്ന വർഷമാണ് ആദ്യമായിട്ട് ലാലേട്ടന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അത് കിരീടത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു. സ്പെഷ്യൽ ജൂറി അവാർഡെന്നാണോ സ്പെഷ്യൽ ജൂറി മെൻഷനാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അന്ന് മികച്ച നടനായത് മമ്മൂക്കയായിരുന്നു. അന്ന് വടക്കൻ വീരഗാഥയും അതുപോലെ മതിലുകൾ, ഈ 2 സിനിമകൾക്കാണ് മമ്മൂക്കയ്ക്ക് അന്ന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയത്. മമ്മൂക്കയ്ക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു കഥയുണ്ട്, അത് വേറൊരു എപ്പിസോഡ് പറയാം. എന്തായാലും ഇത് കഴിഞ്ഞ് 1991 എന്ന വർഷം, ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് മികച്ച നടൻ ലാലേട്ടനായിരുന്നു. പക്ഷേ ലാലേട്ടൻ അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമകൾ ഉള്ളടക്കം, അഭിമന്യു, കിലുക്കം, ഈ 3 സിനിമകൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. എന്നാൽ നാഷണൽ അവാർഡ് കിട്ടിയതോ ഭാരതം. ശരിക്കും 91 എന്ന വർഷം ഒരുപാട് നല്ല സിനിമകൾ ലാലേട്ടൻ്റെ ഉണ്ട്. ഈ പറഞ്ഞ 4 സിനിമകൾ കൂടാതെ വിഷ്ണു ലോകമുണ്ട്, വാസ്തുഹാരയുണ്ട്, അങ്ങനെ കുറേ സിനിമകൾ ആ വർഷം ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സ്റ്റേറ്റ് അവാർഡ് ഈ 3 സിനിമകൾ എല്ലാം അതിഗംഭീര പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം കിലുക്കം എന്ന് പറയുന്നത് ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയാണ്. അസാധ്യമായിട്ട് ലാലേട്ടൻ അതിൽ ഹ്യൂമർ ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം ചെയ്തിട്ടുണ്ട്. അഭിമന്യു എന്ന് പറയുന്ന സിനിമയാണെങ്കിലും വേറൊരു പാറ്റേണിലുള്ള, അത് വേറൊരു തരത്തിലുള്ള ടൈപ്പ് ഓഫ് ആക്ടിങ്, നമ്മുടെ കിലുക്കത്തിന് മാറിയിട്ടുള്ള ടൈപ്പ് ഓഫ് റോളാണ് ലാലേട്ടൻ അതിൽ ചെയ്തിട്ടുള്ളത്. ഉള്ളടക്കാണെങ്കിൽ ഇതൊന്നുമല്ല. നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടുള്ള എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡോക്ടറായിട്ടാണ് ലാലേട്ടൻ അതിൽ ചെയ്തിരിക്കുന്നത്. ആ വർഷം കിലുക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ്സ് അന്ന് കുറേ കിട്ടിയിട്ടുണ്ട്. അതായത് ലാലേട്ടന് കിട്ടിയത് കൂടാതെ ജഗതി ശ്രീകുമാർ എന്ന മികച്ച 2ാമത്തെ നടൻ, അത് കിലുക്കവും അതുപോലെ തന്നെ അപൂർവം ചിലർ എന്ന സിനിമയ്ക്കാണ് ജഗതി ശ്രീകുമാറിന് കിട്ടിയത്. എം.ജി. ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. എസ് കുമാറിന് മികച്ച ക്യാമറാമാനുള്ള അവാർഡ് കിട്ടി. അതിൻ്റെ എഡിറ്റർക്ക് എൻ ഗോപാലകൃഷ്ണൻ, എഡിറ്റർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ അവാർഡ്സ് കിലുക്കത്തിന് കിട്ടിയിട്ടുണ്ട്. ഉർവശിയായിരുന്നു അന്ന് മികച്ച നടിയായിരുന്നത്. ഉർവശി അന്ന് ഭരതം, മുഖച്ചിത്രം, കാക്കത്തൊള്ളായിരം അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ കൂടിയിട്ടാണ്. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ നാഷണൽ അവാർഡിൽ ഭരതം എന്ന സിനിമയ്ക്ക് മാത്രമാണ്. എന്നാൽ സ്റ്റേറ്റ് അവാർഡ് എന്തുകൊണ്ട് ഭരതം കിട്ടിയില്ല? എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത് അന്ന് സ്റ്റേറ്റ് അവാർഡ് ജൂറിയുടെ മുമ്പിൽ ഭരതം എത്തി കഴിഞ്ഞപ്പോൾ അതിൽ മോഹൻലാലാണോ അല്ലെങ്കിൽ നെടുമുടി വേണു ആണോ അതിൽ മികച്ച നടൻ, അല്ലെങ്കിൽ നായകൻ ആരാണ്, 2 പേർക്കും കൊടുക്കണ്ടേ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ വന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. എന്തായാലും ലാലേട്ടന് പക്ഷേ ഭരതത്തിന് അവാർഡ് കിട്ടി. അത് മികച്ച 2ാമത്തെ സിനിമയായിരുന്നു ഭരതം. അതിൻ്റെ പ്രൊഡ്യൂസർ ലാലേട്ടനാണ്. പ്രണവം ആർട്സിൻ്റെ പേരിലായിരുന്നു സിനിമ ചെയ്ത്. അതുകൊണ്ട് ലാലേട്ടൻ അന്ന് മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള ആ പ്രൊഡ്യൂസറുടെ അവാർഡാണ് കിട്ടിയത്. നാഷണൽ അവാർഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മികച്ച നടൻ ഭരതത്തിന് അന്ന് മികച്ച നടനായി അതിന് അവാർഡ് കിട്ടി. പിന്നെ ഭരതം എന്ന സിനിമയ്ക്ക് നെടുമുടി വേണുവിന് അന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഭരതം എന്ന സിനിമയ്ക്ക് അല്ല മോഹൻലാൽ അവാർഡ് കിട്ടി. മോഹൻലാൽ അപ്പുറത്ത് മികച്ച നടനായിട്ട് 3 സിനിമകൾ അഭിമന്യുവും കിലുക്കവും ഉള്ളടക്കത്തിലുള്ളപ്പോൾ ഭരതം എന്ന് പറഞ്ഞ സിനിമയിൽ മികച്ച നടനായിട്ട് മോഹൻലാലിനെ തിരഞ്ഞെടുത്തപ്പോൾ ആ ലിസ്റ്റിലില്ല. പക്ഷെ നെടുമുടി വേണു സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങി അന്ന് സ്റ്റേറ്റ് ലെവലിൽ. പിന്നെ നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മികച്ച ഗായകനായത് ഭരതം എന്ന സിനിമയിലെ ഗാനത്തിന് ഈ KJ യേശുദാസ്, ദാസേട്ടനാണ് അന്ന് മികച്ച ഗായകൻ നാഷണൽ ലെവലിൽ. എന്നാൽ സ്റ്റേറ്റ് ലെവലിൽ അവിടെ ഭരതത്തിനല്ല അവാർഡ് കിട്ടിയത്. അവിടെ എം.ജി. ശ്രീകുമാറിന് കിലുക്കത്തിനാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ലാലേട്ടന് ഭരതം സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് വേറെ 3 സിനിമകൾക്കും. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ ഈ 3 സിനിമകളും അല്ല, ഭരതം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? ജൂറിയുടെ തീരുമാനങ്ങളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച്, അന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് വല്ല വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ, നിങ്ങൾ വായിച്ചത് ഓർക്കുന്നെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക.